ഓക്കെ, അപ്പൊ നമുക്കിനി നോക്കാനുള്ളത് ബാങ്ക് ഗ്യാരണ്ടിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള എത്ര പാർട്ടീസ് ഉണ്ട്. നമ്മൾ ഗ്യാരണ്ടിയിൽ പറഞ്ഞ പോലെ തന്നെ ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ്. ഞാൻ ജിസ്ന. അപ്പം നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട് CSEBയുടെ. എല്ലാവരും പഠിച്ചു തുടങ്ങി എന്ന് വിചാരിക്കുന്നു. ബാങ്കിങ് മാത്രമല്ല, മൊത്തം CSEBയുടെ എക്സാം പാറ്റേണൊക്കെ മാറിയ കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബാങ്കിങ് ആയിക്കോട്ടെ, ബാങ്കിങ് ഞാൻ എടുക്കുന്നതുകൊണ്ട് ബാങ്കിങ് മാത്രം ഞാൻ കുറച്ച് ഫോക്കസ് ചെയ്ത് പറയുന്നു എന്ന് മാത്രം. ബാങ്കിങ് പണ്ടത്തെ പോലെയല്ല, എക്സാമിൻ്റെ ക്വസ്റ്റിൻ്റെ പാറ്റേൺ എല്ലാം നല്ല ഡിഫറൻസിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ട്രഡീഷണൽ വേയിൽ ഇനി പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കാം. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആയാലും നമ്മൾ കുറച്ചും കൂടെ ചകഞ്ഞ് പഠിക്കാമെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. അതുപോലെ പഠിച്ചാൽ മാത്രമേ നമുക്ക് റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. വെറുതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതിൻ്റെ ആൻസർ നോക്കിയിട്ട് കാര്യമില്ല. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ഇനി നമ്മൾക്ക് വേണ്ടത്. ഓക്കെ, അപ്പം നമ്മുടെ ബാങ്കിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിസ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടി. ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടി. അപ്പോൾ ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ബികോം സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും അറിയാം. നമ്മൾ ബിസിനസ് ലോ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലേ. ഇതിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടി. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇൻഡംനിറ്റി, എത്ര പാർട്ടീസൊക്കെയാണ് ഇൻഡംനിറ്റിയിലുള്ളത്, അതേപോലെ ഇൻഡംനിറ്റിയിൽ ഓരോ പാർട്ടീസിന് എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്, ബാങ്ക് എപ്പോഴാണ് ഇൻഡംനിറ്റി ആവശ്യപ്പെടുന്നത്, അതേപോലെ തന്നെ ഗ്യാരണ്ടി. അപ്പോൾ ഗ്യാരണ്ടിയിൽ എത്ര പാർട്ടീസ് ഉണ്ടായിരിക്കും, ആ പാർട്ടീസിന് എന്തൊക്കെ പേരിലാണ് പറയപ്പെടുന്നത്, അതേപോലെ തന്നെ എത്ര ടൈപ്പിലുള്ള ഗ്യാരണ്ടി നമുക്കുണ്ട്, ബാങ്ക് എങ്ങനെയൊക്കെയാണ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇൻഡംനിറ്റി. അപ്പോൾ എന്താണ് ഇൻഡംനിറ്റി? ദ ഡിക്ഷണറി മീനിങ് ഓഫ് ദ വേർഡ് ഇൻഡംനിറ്റി മീൻസ് സെക്യൂരിറ്റി ഓർ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് എ ലോസ് ഓർ അതർ ഫിനാൻഷ്യൽ ബർഡൻ. അതായത് ഒരു സെക്യൂരിറ്റിയാണ് എന്ത് ഇൻഡംനിറ്റി എന്ന് പറയണത്. അപ്പോൾ എന്തിനുള്ള സെക്യൂരിറ്റിയാണ്? ഭാവിയിൽ വരാൻ പോകുന്ന എഗെയിൻസ്റ്റ് എ ലോസ് ഓർ അതർ ഫിനാൻഷ്യൽ ബർഡൻ. ഭാവിയിൽ നമുക്കുണ്ടായേക്കാവുന്ന എന്തെങ്കിലും ബർഡൻ അല്ലെങ്കിൽ ലോസിനെ നികത്താവുന്നതിനെയാണ് അല്ലെങ്കിൽ നികത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡംനിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആസ് പെർ സെക്ഷൻ 124 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, ഇൻഡംനിറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റിലാണ് ഇൻഡംനിറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സെക്ഷൻ 124 ഓർത്ത് വെക്കുക. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 124 എന്തിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഇൻഡംനിറ്റിയെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കണേ നോക്കാം. ദ ഡെഫിനേഷൻ ഓഫ് ദി ഇൻഡംനിറ്റി ഈസ് ആസ് ഫോളോസ്. ഡെഫിനേഷനാണ് കേട്ടോ. A contract by which one party promises to serve the other. ഇവിടെ എന്താ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടി മറ്റൊരാൾക്ക് ഒരു ഉറപ്പ് കൊടുക്കുക. എന്തുറപ്പാണ് കൊടുക്കുന്നത്? വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദി അതർ. സേവ് ദി അതർ എന്ന് പറയുമ്പോൾ എന്താ? മറ്റൊരാളെ രക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് എന്തിൽ നിന്ന് രക്ഷിക്കാന്നും പറയുന്നേ? ലോസ് ഫ്രം ദി ലോസ് കോസ്റ്റ് ടു ഹിം. ലോസ് കോസ്റ്റ് ടു ഹിം. ഭാവിയിൽ നിനക്കുണ്ടാകുന്ന നഷ്ടത്തിനെ ഞാൻ നികത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഒരു ഉറപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡംനിറ്റി അല്ലെങ്കിൽ ഇൻഡംനിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, കോൺട്രാക്ട് ഓഫ് ദി പ്രൊമിസർ ഹിംസെൽഫ് ഓർ ബൈ ദ കണ്ടക്ട് ഓഫ് എനി അതർ പേഴ്സൺ. ഒന്നുകിൽ ഞാൻ മൂലം നിനക്കുണ്ടായേക്കാവുന്ന നഷ്ടത്തിനെ ഞാൻ നികത്തിക്കൊള്ളാം, അല്ലെങ്കിൽ വേറൊരാൾ മൂലം നിനക്ക് ഉണ്ടായേക്കാവുന്ന നഷ്ടത്തിനെ നികത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഉറപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡംനിറ്റി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? The right of indemnity holder is defined in section 124 of the Indian Contract Act. അപ്പോൾ ഇൻഡംനിറ്റി ഹോൾഡറുടെ റൈറ്റിനെ പറ്റി പറയുന്ന സെക്ഷൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ 124. The next one, there are generally two parties in indemnity contract. ഇൻഡംനിറ്റി കോൺട്രാക്റ്റിൽ മെയിൻ ആയിട്ട് രണ്ട് പാർട്ടീസാണ് ഉണ്ടായിരിക്കുക. അതാരൊക്കെയാണെന്ന് നോക്കാം. രണ്ട് പാർട്ടീസാണ്. അത് ഇൻഡംനിഫയർ ഉണ്ട്, ഇൻഡംനിഫൈഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഡംനിറ്റിയിൽ രണ്ട് പാർട്ടീസാണ് ഉണ്ടായിരിക്കുക. ഇൻഡംനിഫയർ ഉണ്ട്, ഇൻഡംനിഫൈഡ് ഉണ്ട്. അപ്പോൾ ആരാണ്? ഹൂ ഇസ് ആൻ ഇൻഡംനിഫയർ?
the person who promises to serve the other from the loss. അപ്പോൾ ആരാണ് ഉറപ്പ് കൊടുക്കുന്നത്? the person who promises to serve the other. ആരാണോ മറ്റൊരാളെ സേവ് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് കൊടുക്കുന്നത് അവരെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻഡെംനിഫയർ. അപ്പോൾ ഞാൻ ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ ഞാനാണ് എന്ത്? ഇൻഡെംനിഫയർ. ഓക്കെ, the next one is indemnified. Indemnified is one who is the person so saved from such loss. ആർക്കാണോ ഉറപ്പ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ നഷ്ടത്തിൽ നിന്നും രക്ഷിച്ചത് അവരെ പറയുന്ന പേരാണ് ഇൻഡെംനിഫൈഡ്. അപ്പോൾ മാറിപ്പോകരുത്. ഇൻഡെംനിഫയർ എന്ന് പറയുമ്പോൾ പ്രോമിസ് ചെയ്യുന്ന ആളാണ്. ആർക്കാണോ പ്രോമിസ് കൊടുക്കുന്നത് അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻഡെംനിഫൈഡ് എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ദെൻ നമ്മുടെ ബാങ്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെറ്റേഴ്സ് ഓഫ് ഇൻഡെംനിറ്റി. ബാങ്ക് ചില സമയത്ത് ഈ ഇൻഡെംനിറ്റി ലെറ്റർ ആവശ്യപ്പെടാറുണ്ട്. ചില കേസിൽ ബാങ്കിന് ചിലപ്പോൾ നഷ്ടം വരും. ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തെങ്ങനെ ചെയ്തു? അപ്പോൾ ഇങ്ങനെ ഭാവിയിൽ ബാങ്കിനുണ്ടായേക്കാവുന്ന നഷ്ടത്തിന് നികത്താൻ വേണ്ടിയിട്ട് ബാങ്ക് എന്താവശ്യപ്പെടാറുണ്ട്? ഈ ലെറ്റർ ഓഫ് ഇൻഡെംനിറ്റി ആവശ്യപ്പെടാറുണ്ട്. അത് ഏത് കേസിൽ അല്ലെങ്കിൽ എന്താണെന്ന് നോക്കാം. ലെറ്റർ ഓഫ് ഇൻഡെംനിറ്റി ആർ യൂസ്ഡ് ഡ്യൂറിങ് വേരിയസ് ടൈപ്സ് ഓഫ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. പലതരത്തിലുള്ള ബാങ്കിങ് ട്രാൻസാക്ഷന് എന്ത് യൂസ് ചെയ്യാറുണ്ട്? ലെറ്റർ ഓഫ് ഇൻഡെംനിറ്റി യൂസ് ചെയ്യാറുണ്ട്. ഇൻഡെംനിറ്റി ടേക്കൺ ബൈ ദ ബാങ്ക് ടു പ്രൊട്ടക്ട് the bank from any loss or damage. ബാങ്കിന് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നഷ്ടമോ അല്ലാന്നുണ്ടെങ്കിൽ ഡാമേജിനെയോ നികത്താൻ വേണ്ടിയിട്ടാണ് ബാങ്ക് എന്താ ആവശ്യപ്പെടുന്നത്? ലെറ്റർ ഓഫ് ഇൻഡെംനിറ്റി ആവശ്യപ്പെടുന്നത്. ഇൻഡെംനിറ്റി കോൺട്രാക്ട്സ് ആർ സ്റ്റാമ്പ്ഡ് ആസ് പെർ സ്റ്റാമ്പ് ആക്ട്. ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പ്രകാരം ഇൻഡെംനിറ്റി കോൺട്രാക്ട് സ്റ്റാമ്പ് ചെയ്തിരിക്കണം. ഓർത്തു വയ്ക്കുക കേട്ടോ. ദെൻ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് യൂസസ് ഓഫ് ഇൻഡെംനിറ്റി കോൺട്രാക്ട്. എപ്പോഴാണ് ബാങ്ക് എന്താവശ്യപ്പെടുന്നത്? ഇൻഡെംനിറ്റി, ലെറ്റർ ഓഫ് ഇൻഡെംനിറ്റി ആവശ്യപ്പെടുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് ലോസ് ഓഫ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഡി ഡി നഷ്ടപ്പെടുക. നമുക്കറിയാലോ ഡി ഡി എന്താണെന്നൊക്കെ നമുക്കറിയാം. ഡി ഡി നഷ്ടപ്പെടുക. അതേപോലെ തന്നെ ട്രാവലേഴ്സ് ചെക്ക് നഷ്ടപ്പെടുക. ട്രാവലേഴ്സ് ചെക്ക് എന്താണെന്ന് അറിയാലോ അല്ലെ? എന്താണ് ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറയുമ്പോൾ? സാധാരണ ചെക്കും ട്രാവലേഴ്സ് ചെക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? സാധാരണ ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് 3 മാസമാണ്. ട്രാവലേഴ്സ് ചെക്കിന് എന്തില്ല? വാലിഡിറ്റി പീരീഡ് ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് ഡ്രാഫ്റ്റോ ട്രാവലേഴ്സ് ചെക്കോ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ബാങ്കിൽ ചെന്ന് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഒരിക്കലും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചെയ്യില്ല. ബാങ്ക് എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യൂ, ലെറ്റർ ഓഫ് ഇൻഡെംനിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ബാങ്ക് പറയുക. അതേപോലെ തന്നെ മറ്റു കണ്ടീഷൻ, ഡ്യൂറിങ് ദ ഇഷ്യൂ ഓഫ് TDR, FDR, എക്സെട്ര, ടേം ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, പേ ഓർഡർ, ഇതെല്ലാം നഷ്ടം. നമുക്കറിയാലോ TDR എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ ടൈമിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ്, FDR എല്ലാം എന്താണ്? ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന റെസിപ്റ്റിനെയാണ് FDR, TDR എന്നൊക്കെ പറയുന്നത് അല്ലേ? ഇത് കൊണ്ട് കൊടുത്താലല്ലേ നമുക്ക് അതിൻ്റെ പൈസ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മെച്യൂരിറ്റി ആയി നമ്മൾ ചെന്ന് ബാങ്കിലേക്ക് പറയാണ് എൻ്റെ മെച്യൂരിറ്റി ആയിട്ടുണ്ട്, എൻ്റെ ഡെപ്പോസിറ്റ് മെച്യൂർഡ് ആയിട്ടുണ്ട്, എനിക്ക് പൈസ തരണം, പക്ഷേ എൻ്റെ FDR നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ TDR നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് പൈസ എടുത്ത് തരുമോ? ഇല്ല. ബാങ്ക് എന്ത് ചെയ്യും? നിങ്ങൾ അതിൻ്റെ ഒറിജിനൽ തരണം. അപ്പോൾ എന്താ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഒരിക്കലും പെട്ടെന്ന് തന്നെ എന്ത് തരില്ല? ഓടിപ്പോയി ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് തരില്ല. ബാങ്ക് എന്ത് ചെയ്യും? ഒരു ലെറ്റർ ഓഫ് ഇൻഡെംനിറ്റി ആവശ്യം, കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കേസിൽ ഇവിടെയാണ് ബാങ്ക് ലെറ്റർ ഓഫ് ഇൻഡെംനിറ്റി ആവശ്യപ്പെടുന്നത്. മൂന്നാമത്തെ കേസ് പറയുന്നത് when the valuable items are presented to the recipient prior to bill of lading. ബിൽ ഓഫ് ലാഡിങ്ങിന് മുമ്പായിട്ട് വാല്യുബിൾ ഐറ്റംസ് കൊടുത്തു, അപ്പോഴും ബാങ്ക് എന്ത് ചെയ്യാറുണ്ട്? ലെറ്റർ ഓഫ് ഇൻഡെംനിറ്റി ആവശ്യപ്പെടാറുണ്ട്. ദെൻ ഇൻ കേസ് ഓഫ് ഡിസീസ്ഡ് അക്കൗണ്ട് ക്ലെയിം പേയ്മെൻറ്റ്, ഡിസീസ്ഡ് അക്കൗണ്ടിൻ്റെ, അതായത് നമ്മുടെ അക്കൗണ്ട് ഹോൾഡർ മരിച്ചു, അയാൾക്ക് എന്തെങ്കിലും ക്ലെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പേ ചെയ്യുമ്പോഴും ബാങ്ക് എന്ത് ചെയ്യും? ലെറ്റർ ഓഫ് ഇൻഡെംനിറ്റി ആവശ്യപ്പെടും. ബിക്കോസ് സപ്പോസ് ഇപ്പോൾ മരിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയിം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബാങ്കിന് പണി കിട്ടും അല്ലേ? അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് എന്ത് ചെയ്യണത്? ഈ എല്ലാ കേസിലും, ഏത് കേസായാലും ഭാവിയിൽ ബാങ്കിന് തലവേദന ഉണ്ടാക്കുന്ന കേസുകളാണ് ഇതെല്ലാം. അപ്പോൾ തന്നെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ആവശ്യപ്പെടുന്നതാണ്
എന്ത്? ലെറ്റർ ഓഫ് ഇൻഡെംനിറ്റി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇൻഡെംനിറ്റി ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കാനുള്ളത് ഗ്യാരണ്ടിയാണ്. അതിന് മുമ്പായിട്ട് മിസ് ഒരു കാര്യം പറയാം. നമ്മുടെ എൻട്രി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബാച്ച് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ജൂണിലാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ? നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജൂണിൽ എക്സാം ആണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ എൻട്രി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കോഴ്സ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കോഴ്സിൻ്റെ എന്താണെന്ന് ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് സ്പെഷ്യൽ എക്സാം ഓറിയൻറ്റഡ് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർഡ് അണ്ടർ അവർ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ്. നമ്മുടെ ഫാക്കൽറ്റികളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വർഷങ്ങളുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് നമ്മുടെ എൻട്രിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാ ഫാക്കൽറ്റിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്കൽറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഫാക്കൽറ്റീസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഡെയിലി ലൈവ്, മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെ, നമ്മുടെ മൺഡേ മുതൽ ഫ്രൈഡേ വരെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞ് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും കൺസേൺഡ് ടീച്ചേഴ്സിനോട് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെയിലി സെഷൻസ് മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സമയം കോൺടാക്ട് ചെയ്യാവുന്ന മെൻറ്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഡൗട്ട് വന്നു, സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഫോൺ എടുക്കുക, നിങ്ങളുടെ മെൻറ്ററിനെ വിളിക്കുക, അപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ പറയാനുള്ളത് സ്പെഷ്യൽ റേറ്റ്സ് ആണ്. നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ദെൻ 100% റിസൾട്ട് ഓറിയൻറ്റഡ് ബാച്ച് തന്നെയാണ് നമ്മളിവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എൻട്രി നിങ്ങൾക്ക് തരുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്, വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്താണ്? വി വിൽ റൺ യു ഫ്രീ ഓഫ് കോസ്റ്റ് അൻറ്റിൽ യു ക്ലിയർ എക്സാം ഇഫ് യു ഹാവ് 85% ലൈവ് അറ്റൻഡൻസ് ആൻഡ് 85% ടാസ്ക് കംപ്ലീഷൻ. അതായത് നിങ്ങളിപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ബാച്ചല്ലേ നമ്മളിപ്പോൾ കൊടുക്കുന്നത്. സപ്പോസ് ഈ എക്സാമിന് നിങ്ങൾ ക്ലിയർ ആയില്ല എന്ന് വിചാരിക്കുക, ഒട്ടും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്നാണോ നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്യുന്നത് അന്ന് വരെ എൻട്രിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. നല്ല ഓഫറല്ലേ? എന്താ, ഒന്നുകൂടെ മിസ് പറഞ്ഞു തരാം. എന്താണ്, നിങ്ങളിപ്പോൾ ഈ എക്സാമിന്, ഈ വരുന്ന ജൂണിൽ വരുന്ന എക്സാമിന് സപ്പോസ് നിങ്ങൾ ക്ലിയർ ആയില്ല എന്ന് വിചാരിക്കുക, എല്ലാവരും ക്ലിയർ ആവട്ടെ, എങ്കിലും എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ എന്നാണോ എക്സാം ക്ലിയർ ചെയ്യുന്നത് അന്ന് വരെ എന്ത് ചെയ്യാം? എൻട്രിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പക്ഷെ ഒരു ക്രൈറ്റീരിയ നമ്മൾ പറയേണ്ടതുണ്ട്. എന്താ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85% ലൈവ് അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞല്ലോ മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെ ഇവിടെ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ 85% അറ്റൻഡൻസും വേണം. അതേപോലെ തന്നെ നമുക്ക് ഓരോ ടാസ്കുകൾ നമുക്ക് പഠിക്കാനും എക്സാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എൻട്രിയിൽ നിന്ന് തരുന്ന എല്ലാ ടാസ്കുകളും 85% കംപ്ലീറ്റ് ആക്കുന്നവർക്ക്, ഈ രണ്ട് ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്യുന്നവർക്ക് അപ് ടു എന്താ പറയുക, ലിമിറ്റ്ലെസ്, നമുക്ക് ഒട്ടും ലിമിറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾ എന്നാണോ എക്സാം ക്ലിയർ ചെയ്യുന്നത് അന്ന് വരെ എൻട്രിയിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് പഠിക്കാമെന്നുള്ളൊരു ഓഫറും കൂടെ നമ്മുടെ എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സന്തോഷമായില്ലേ? അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇൻഡെംനിറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ്? ഗ്യാരണ്ടിയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്? എ കോൺട്രാക്ട് ഓഫ് indemnity can be defined as a contract where one party promises to save a person from the loss caused by the promiser itself or any other person. ഇവിടെ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് മൂന്നാമതൊരാളുടെ റിസ്ക് ഒരാൾ ഏറ്റെടുക്കുന്നതിനെയാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇൻഡെംനിറ്റിയിൽ ഒരാൾ മറ്റൊരാളുടെ റിസ്ക് ഏറ്റെടുക്കുകയാണ്. പക്ഷേ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ഒരാൾ മൂന്നാമതൊരാളുടെ റിസ്ക് ഏറ്റെടുക്കുന്നതിനെയാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ എല്ലാവർക്കും അറിയാമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറഞ്ഞ ആള് ബി എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസ കടം വാങ്ങിക്കാൻ പോവാണ്. എത്ര? ഒരു 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ ബിയോട് എ ആവശ്യപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്യാണ്? ബി കൊടുത്തില്ല എന്ന് വിചാരിക്കുക, എക്ക് പൈസ കൊടുത്തില്ല. ബി എക്ക് പൈസ കൊടുത്തില്ല എന്ന് വിചാരിക്കുക, ബി എക്ക് പൈസ കൊടുത്തില്ല. ഓക്കെ, പക്ഷേ
എക്ക് പൈസ അത്യാവശ്യമാണ്. അപ്പോൾ എയുടെയും ബിയുടെയും കോമൺ ഫ്രണ്ടാണ് എക്സ്. എയുടെയും ബിയുടെയും കോമൺ ഫ്രണ്ടാണ് എക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് പറയാണ് ബിയോട് എന്ത്? എക്സ് ബിയോട് പറയാണ് നീ എന്തായാലും പൈസ കൊടുക്കുക എക്ക്. സപ്പോസ് എ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നുകൊള്ളാം. എന്ത്? എക്സ് പറയാണ് എ പൈസ നിനക്ക് തിരിച്ചു തരും, എന്തായാലും എന്ത് തന്നെയാലും തരും, തന്നില്ലെങ്കിൽ അതിൻ്റെ ബാധ്യത ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരാ ഏറ്റെടുക്കുന്നേ? എയുടെ ബാധ്യത ഏറ്റെടുക്കുന്നത് എക്സ് ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിനെയാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര പാർട്ടീസാണ്? ഇവിടെ 3 പാർട്ടീസാണുള്ളത്. ഇൻഡെംനിറ്റിയിൽ നമ്മൾ 2 പാർട്ടീസാണ്, ഇൻഡെംനിഫയറും ഇൻഡെംനിഫൈഡും. ഇവിടെ ഗ്യാരണ്ടിയിൽ 3 പാർട്ടീസാണുള്ളത്. ആരൊക്കെയാ? എ എന്ന് പറയണത് എ കടം വാങ്ങിയ ആളാ അല്ലേ? ഈ കടം വാങ്ങിയ ആളെ നമ്മൾ ഡെപ്റ്റർ എന്നാണ് പറയുക. ഇയാളെ നമ്മൾ എന്താ വിളിക്കുക? ക്രെഡിറ്റർ. പൈസ കടം കൊടുത്ത ആള്. ഇയാളെ നമ്മൾ എന്താ വിളിക്കുക? ഷുവർട്ടി എന്നാണ് വിളിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഡെപ്റ്റർ എ, ക്രെഡിറ്റർ ബി, ഷുവർട്ടി എന്ന് പറയുന്നത് ആരാണോ ഉറപ്പ് കൊടുത്തത്. ഇയാൾ ആർക്കും ഉറപ്പ് കൊടുക്കണത്? ക്രെഡിറ്റർക്കാണ് ഉറപ്പ് കൊടുക്കുന്നത്. അങ്ങനെയുള്ളതാണ് നമ്മുടെ ഗ്യാരണ്ടി. ദ പേഴ്സൺ ഹു ഗിവ്സ് ദ ഗ്യാരണ്ടി ഈസ് കോൾഡ് ഷുവർട്ടി. ആരാണോ ഉറപ്പ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ഗ്യാരണ്ടി കൊടുക്കുന്നത് അവരെ നമ്മൾ ഷുവർട്ടി എന്ന് പറയുന്നു. ഇവിടെ ഗ്യാരണ്ടി അല്ലെങ്കിൽ ഷുവർട്ടി ആരാ? എക്സ് ആണ് അല്ലേ? Okay, the person in respect of whose default the guarantee is given is called principal debtor. ആര് ഡിഫോൾട്ട് വരുത്തിയാലാണോ ഞാൻ ഗ്യാരണ്ടി നിൽക്കാം എന്ന് പറയുന്നത് അയാളെ നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഇവിടെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയുന്നത് എ ആണ്. ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ, ആർക്കാണോ ഗ്യാരണ്ടി കൊടുക്കുന്നത് അയാളെ നമ്മൾ പറയുന്ന പേരാണ് ക്രെഡിറ്റർ. അപ്പൊ ക്രെഡിറ്റർ എന്ന് പറയുന്നത് ബി ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് ബാങ്ക് ഗ്യാരണ്ടിയാണ് നോക്കാനുള്ളത്. ബാങ്ക് ഗ്യാരണ്ടി ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ദാറ്റ് പ്രൊവൈഡ്സ് അഷുറൻസ് ടു എ ബെനിഫിഷ്യറി ദാറ്റ് എ ബാങ്ക് വിൽ കവർ ദ ഡെപ്റ്റേഴ്സ് ഒബ്ലിഗേഷൻ ഇഫ് ദേ ഫെയിൽ ടു മീറ്റ് ദെയർ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്. ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഇവിടെ അഷുറൻസ് കൊടുക്കുകയാണ് എന്ത്? ഒരു ബെനിഫിഷ്യറിക്ക്. എന്ത് പറയുന്നത്? ദാറ്റ് എ ബാങ്ക് വിൽ കവർ, ബാങ്ക് എന്ത് ചെയ്യാണ്? ഡെപ്റ്ററുടെ ഒബ്ലിഗേഷൻ കവർ ചെയ്യാം. ഇഫ് ദേ ഫെയിൽ ടു മീറ്റ് ദെയർ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്, ഇവരെന്താണോ ഉറപ്പ് കൊടുത്തത് അത് ചെയ്യാനായിട്ട് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ബാങ്ക് പെർഫോം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന ഉറപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാങ്ക് ഗ്യാരണ്ടി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് ബാങ്ക് ഗ്യാരണ്ടിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള എത്ര പാർട്ടീസ് ഉണ്ട്. നമ്മൾ ഗ്യാരണ്ടിയിൽ പറഞ്ഞ പോലെ തന്നെ 3 പാർട്ടീസ് തന്നെയാണ് ഗ്യാരണ്ടിയിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ആൾ പറയുന്ന അപ്ലിക്കൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ദ ഇൻഡിവിജ്വൽ ഓർ കമ്പനി ദാറ്റ് റിക്വസ്റ്റ് ദ ബാങ്ക് ഗ്യാരണ്ടി ഫ്രം ദ ബാങ്ക്. ഒന്നുകിൽ ഒരു ഇൻഡിവിജ്വൽ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ആവാം. ആരാണോ ബാങ്കിൽ നിന്നും ഗ്യാരണ്ടി ആവശ്യപ്പെടുന്നത് അവരെയാണ് നമ്മൾ അപ്ലിക്കൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്ലിക്കൻ്റ് എന്ന് പറയുമ്പോൾ ജനറലി ബാങ്കിൻ്റെ കസ്റ്റമർ ആവാം അല്ലേ? ഒന്നുകിൽ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ആവാം. അവരാണ് അപ്ലിക്കൻ്റ്. രണ്ടാമത്തെ ബെനഫിഷ്യറി. The party who receives the guarantee and assurance of payment in case of applicant's default is called beneficiary. Beneficiary എന്ന് പറയുമ്പോൾ the party who receives the guarantee, ആർക്കാണോ ഗ്യാരണ്ടി കൊടുക്കുന്നത്, the party who receives the guarantee, ആർക്കാണോ ഗ്യാരണ്ടി കിട്ടുന്നത്, ആൻഡ് അഷുറൻസ് ഓഫ് പേയ്മെൻറ്റ്, ഉറപ്പ് കൊടുക്കാമെന്ന് അല്ലെങ്കിൽ പേയ്മെൻറ്റ് നിനക്ക് ഉറപ്പ് തരാം, പേയ്മെൻറ്റ് നിനക്ക് എന്തായാലും കിട്ടുമെന്ന് ഉറപ്പ് കൊടുക്കുന്നത് ആർക്കാണോ അവരെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ബെനഫിഷ്യറി എന്ന് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആരാണോ ഇങ്ങനെയുള്ള ഗ്യാരണ്ടി കൊടുക്കുന്നത് അവരെ നമ്മൾ ബാങ്ക് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയല്ലോ? ദ നെക്സ്റ്റ് വൺ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിലെ എസെൻഷ്യൽസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എഗ്രിമെൻറ്റ് ബൈ ഓൾ പാർട്ടീസ്. എല്ലാ പാർട്ടീസും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം.
all three parties who are the creditor, principal, debtor and surety must agree to the terms of the contract. ഇവർ മൂന്നാളും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഗ്യാരണ്ടിയിൽ നമ്മൾക്ക് 3 കോൺട്രാക്റ്റ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആദ്യത്തെ കോൺട്രാക്റ്റ് ആരൊക്കെ തമ്മിലായിരിക്കും? ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ്. ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള കോൺട്രാക്റ്റ്. മനസ്സിലായല്ലോ? ഇത്രയും പൈസ ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അത് ഇന്ന ദിവസം നിനക്ക് തിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് ആദ്യത്തെ കോൺട്രാക്റ്റ്. ദെൻ രണ്ടാമത്തെ കോൺട്രാക്റ്റ് ആരൊക്കെ തമ്മിലായിരിക്കും? ഷുവർട്ടിയും ക്രെഡിറ്ററും തമ്മിൽ. ഷുവർട്ടിയും നമ്മുടെ ക്രെഡിറ്ററും തമ്മിലുള്ള രണ്ടാമത്തെ കോൺട്രാക്റ്റ്. ഷുവർട്ടി പറയാണ് ഡെപ്റ്റർ പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് കൊടുക്കുന്നതാണ് ഷുവർട്ടിയും ക്രെഡിറ്ററും തമ്മിലുള്ള കോൺട്രാക്റ്റ്. അപ്പം മൂന്നാമത്തെ കോൺട്രാക്റ്റ് ആരൊക്കെ തമ്മിലായിരിക്കും? ഷുവർട്ടിയും ഡെപ്റ്ററും തമ്മിലാണ് മൂന്നാമത്തെ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കുക. ഇങ്ങനെയാണ് 3 കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കുക കേട്ടോ. Then രണ്ടാമത്തെ പറയുന്നത് liability. In all contracts of guarantee, the creditor can only ask the surety to discharge the liability after the principal debtor has not discharged his promise. അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ അയാളുടെ പ്രോമിസ് ഡിസ്ചാർജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഷുവർട്ടിയോട് ആവശ്യപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ബാധ്യത ആർക്കാ? ഡെപ്റ്റർക്കാണ് അല്ലേ? ഡെപ്റ്റർ അത് പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഷുവർട്ടിയോട് ക്രെഡിറ്റർക്ക് ആവശ്യപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ എക്സിസ്റ്റൻസ് ഓഫ് ഡെപ്റ്റ്. No contract of guarantee exists without a debt for consideration which is accepted by the law. Additionally, if the debt is barred by time limit or has become void, the surety has not liable. അതായത് ഇവിടെ പറയണത് ഡെപ്റ്റ് അവിടെ ഉണ്ടായിരിക്കണം, കടം അവിടെ ഉണ്ടായിരിക്കണം ഇല്ലേ? കടത്തിനാണ് ആര് ഉറപ്പ് കൊടുത്തത്? ഷുവർട്ടി ഉറപ്പ് കൊടുത്തത്. സപ്പോസ് ഈ കടം സമയം ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞു, അവിടെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാധ്യതയില്ല. അതേപോലെ തന്നെ വോയിഡായി, അപ്പോഴും ആർക്ക്? ഷുവർട്ടിക്ക് ബാധ്യത ഉണ്ടായിരിക്കില്ല. ദെൻ 2 ഫോംസ് ഓഫ് എ ഗ്യാരണ്ടി കോൺട്രാക്ട്. നമ്മുടെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി 2 ഫോംസ് ഉണ്ട്. either verbal or written. ഒന്നുകിൽ വാക്കാൽ പറയാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതി തയ്യാറാക്കാം. വാക്കാൽ പറഞ്ഞാലും അതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? കോൺട്രാക്റ്റ് എന്ന് തന്നെ പറയുന്നുണ്ട്. ഒന്നുകിൽ വാക്കാൽ പറഞ്ഞുകൊണ്ടുള്ള ഒരു കോൺട്രാക്റ്റ് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആവാം. ഓക്കെ. ദെൻ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഇനി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിക്ക് ഒരു കോൺട്രാക്റ്റ്, നമ്മൾ വാലിഡ് കോൺട്രാക്റ്റിന് എന്തൊക്കെ എസെൻഷ്യൽസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ എസെൻഷ്യൽസ് ആണോ ഒരു കോൺട്രാക്റ്റിലുള്ളത്, സെയിം എസെൻഷ്യൽസ് എവിടെ വേണം? കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ കമ്പൽസറി ആയിട്ട് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഇൻറ്റൻഷൻ ടു കോൺട്രാക്ട്, ആക്സെപ്റ്റൻസ്, എബിലിറ്റി ടു കോൺട്രാക്ട്, ലീഗാലിറ്റി ഓഫ് ദി കോൺട്രാക്ട്, ക്രിയേഷൻ ഓഫ് ലീഗൽ റിലേഷൻഷിപ്പ്, ലോഫുൾ ഒബ്ജക്റ്റ്, ഇതെല്ലാം എവിടെ വേണം? ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ വേണ്ട എല്ലാ കാര്യങ്ങളും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ മസ്റ്റായിട്ട് വേണ്ടതാണ്. Then all facts must be brought to light. എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിരിക്കണം. The creditor must inform the surety that all the facts that affect his liability. എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ അയാളുടെ ലയബിലിറ്റിനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഷുവർട്ടിയോട് ആര് പറഞ്ഞിരിക്കണം? ക്രെഡിറ്റർ തുറന്ന് പറഞ്ഞിരിക്കണം. കൺസീൽമെന്റ് ഓഫ് എനി ഫാക്ട്സ് വിൽ ഇൻവാലിഡേറ്റ് ദ കോൺട്രാക്ട്. എന്തെങ്കിലും കാര്യം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിനെ അത് അഫക്റ്റ് ചെയ്യും, അത് ക്യാൻസലായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദിസ് ഈസ് ഹൈലൈറ്റഡ് ഇൻ സെക്ഷൻ 143 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 143 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 143 ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. Then no misrepresentation of facts. എന്താണ് ഫാക്ട്സ്? ഇതിനെ പറ്റിയിട്ട് എന്താ? മിസ്റെപ്രസെൻ്റ് ചെയ്യാൻ പാടില്ല. നമ്മളെല്ലാം തുറന്നു പറയണമെന്നും പറഞ്ഞു. രണ്ടാമത്തെ കേസിൽ പറയുന്നത് ക്രെഡിറ്ററോട് എന്തെങ്കിലും, ക്രെഡിറ്റർ ഷുവർട്ടിയോട് ഒന്നും തെറ്റായ കാര്യങ്ങൾ പറയാൻ പാടില്ല. ബാധ്യത ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ വളച്ചു തിരിച്ച്, അല്ലെങ്കിൽ തിരിച്ചൊടിച്ചെന്നൊക്കെ പറയില്ലേ നമ്മൾ, ഒരിക്കലും മിസ്റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ആര്? ക്രെഡിറ്റർ ഷുവർട്ടിയോട് പറയാനായിട്ട് പാടില്ല.
അപ്പോൾ അതാണ് നമ്മുടെ എസെൻഷ്യൽസ് ഓഫ് ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാറുള്ളത് ടൈപ്സ് ഓഫ് ബാങ്ക് ഗ്യാരണ്ടി. നമ്മൾ പറഞ്ഞു ബാങ്ക് ഗ്യാരണ്ടി നിൽക്കുന്നു പറഞ്ഞു. അപ്പോൾ പക്ഷേ ബാങ്ക് പലതരത്തിലുള്ള ബാങ്ക് ഗ്യാരണ്ടി ഉണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഡിഫേർഡ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി. ഡിഫേർഡ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ എ ഡിഫേർഡ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി എൻഷുവേഴ്സ് ദാറ്റ് ദ ബയേഴ്സ് പേയ്മെൻറ്റ് ആർ സ്പ്രെഡ് ഓവർ ടൈം, often used when purchasing capital goods or heavy machinery. This type of guarantee provides flexibility in managing cash flow while ensuring that the seller receives payment on agreed upon time. ഇപ്പോൾ ഇത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ ഡിഫേർഡ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേസിൽ വലിയ വലിയ മെഷീനറികളുടെ ട്രാൻസാക്ഷൻ്റെ സമയത്തൊക്കെയാണ് ഈ ഡിഫേർഡ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എം സെല്ലറാണ്, എൻ ബയ്യറാണ്. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ കയ്യിൽ ഒരു 1 കോടി രൂപയുടെ മെഷീനറി ഉണ്ടെന്ന് വിചാരിക്കാം. എന്നെ അത് വാങ്ങിക്കാൻ പോവുക. 1 കോടി രൂപയുടെ മെഷീനറി ആണ്, കുറച്ച് വലുതാണ് കിടക്കട്ടെ. അപ്പോൾ 1 crore rupees മെഷീനറി വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താ, എന്നെ ഈ പൈസ കൊടുക്കണം അല്ലേ? എന്നെ പൈസ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എമ്മി മെഷീനറി കൊടുക്കുകയുള്ളൂ. പക്ഷേ എന്നിനാണെങ്കിൽ മെഷീനറി കിട്ടിയിട്ട് അത്യാവശ്യമുണ്ട്. പക്ഷേ എന്നിൻ്റെ കയ്യിൽ ഈ 1 കോടി രൂപ മൊത്തമായിട്ട് കൊടുക്കാനില്ല. എന്നെ പറയാണ് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ കുറേശ്ശായിട്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തന്ന് തീർക്കാമെന്ന് പറയാണ്. പക്ഷേ എമ്മിന് വിശ്വാസം ഇല്ലെന്ന് വെച്ചാൽ മെഷീനറി കൊടുത്തു പോയി കഴിഞ്ഞാൽ ഇയാൾ ഭാവിയിലുള്ള ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കുന്നു യാതൊരു വിധം ഉറപ്പില്ല. അപ്പോൾ എന്നോട് പറയണം, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ തരാം, പക്ഷേ എനിക്ക് നിൻ്റെ ബാങ്കിൽ നിന്നും ഒരു ഗ്യാരണ്ടി ലെറ്റർ കിട്ടണം, എങ്കിൽ ഞാൻ നിനക്ക് ഈ മെഷീനറി തരാം. അപ്പോൾ എന്താ, എന്നെ എന്ത് ചെയ്തു, എന്നെ തൻ്റെ ബാങ്കിൽ പോയിട്ട് ഒരു ഗ്യാരണ്ടി ആവശ്യപ്പെട്ടു. അപ്പം ബാങ്ക് ഗ്യാരണ്ടി കൊടുത്തു, അത് കൊണ്ടുപോയി എമ്മിന് കൊടുക്കുകയാണ്. ധൈര്യമായിട്ട് എമ്മിന് മെഷീനറി കൊടുക്കാം. ബിക്കോസ് സപ്പോസ് എന്നെ ഇതിൻ്റെ പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എമ്മിന് ആരെ അപ്രോച്ച് ചെയ്യാം, എന്നിൻ്റെ ബാങ്കിനെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ, എന്നെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്നിന് പകരം ബാങ്ക് കൊടുക്കും എന്നുള്ളൊരു ഉറപ്പ് ആർക്ക് കിട്ടിയിട്ടുണ്ട്, എമ്മിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻ ദാറ്റ് കേസ് അതിനെയാണ് നമ്മൾ ഡിഫേർഡ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ രണ്ടാമത്തെ ഫിനാൻഷ്യൽ guarantee. Financial guarantee are crucial for business involved in large scale projects. This type of guarantee ensures that repayment obligation will be met even if the project is delayed or not completed as expected. It provides significant confidence to creditors, enabling smoother project financing. Financial guarantee എന്ന് പറയുമ്പോൾ പൈസയ്ക്ക് ഉറപ്പ് കൊടുക്കുക. അതും ഇതൊക്കെ സെയിം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഒരു ടാക്സിൻ്റെ കേസ് എടുക്കാം. വൈക്ക് ഇപ്പോൾ ടാക്സ് കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ ടാക്സ് ആയിട്ട് അടയ്ക്കാനുണ്ട്. പക്ഷേ പറയുകയാണ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയും പൈസ ഒരുമിച്ച് തരാനില്ല, ഞാൻ പതുക്കെ കുറേശ്ശെ തരാം. പക്ഷെ എന്താ, വൈക്കത് ഉറപ്പില്ല തരുന്നുള്ളത്. അപ്പോൾ വൈ പറയുകയാണ് എക്സിനോട്, എന്താ പറയുക, നീ ഒരു കാര്യം ചെയ്യും, ബാങ്കിൽ നിന്നും എനിക്കൊരു ഗ്യാരണ്ടി വാങ്ങിച്ചു തന്നാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ വൈ എന്ത് ചെയ്യും, എക്സിൻ്റെ ബാങ്കിൽ നിന്നും അത് റിഡീം ചെയ്തെടുക്കും. അതാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് ഉദ്ദേശിച്ചത്. ദെൻ അഡ്വാൻസ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും മെഷീനറിക്കോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അതിന് നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അഡ്വാൻസ് കൊടുത്തിട്ടു, പക്ഷെ എന്താ, മെഷീനറി കിട്ടുമെന്നൊരു ഉറപ്പില്ല അല്ലേ? മെഷീനറി കിട്ടുമെന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഉറപ്പില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ ദാറ്റ് കേസ് എന്താ പറയുക, സെല്ലറുടെ ബാങ്ക് കൊടുക്കുന്നതാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി. അപ്പോൾ സപ്പോസ് ഇപ്പോൾ മെഷീനറി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇയാളുടെ കൊടുത്ത പൈസ, ബയ്യറുടെ പൈസ തിരിച്ച് കിട്ടുകയും വേണം. രണ്ടാൾക്കും നഷ്ടമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി. ദെൻ ഫോറിൻ ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഫോറിൻ ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, 2 ഡൊമസ്റ്റിക് ട്രേഡും ഫോറിൻ ട്രേഡും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫോറിൻ ട്രേഡ് എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യയിലുള്ള ആളും അല്ലെങ്കിൽ വേറെ 2 രാജ്യത്ത് നിന്നുകൊണ്ട് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴാണ് ഫോറിൻ ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് എന്തെങ്കിലും മെഷീനറി ഇമ്പോർട്ട് ചെയ്യാണ്, നമ്മൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്താ, ഇങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മൾ മെഷീനറീസ് ഇമ്പോർട്ട് ചെയ്യണ സമയത്ത് അയാൾ നമുക്ക് പൈസ തരുന്ന, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അയാൾക്കൊരു ഉറപ്പില്ലേ നമ്മൾ പൈസ കൊടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയിട്ട് നമ്മളുടെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആവശ്യപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ചെയ്യുന്നതാണ് ഫോറിൻ ബാങ്ക് ഗ്യാരണ്ടി. ദ നെക്സ്റ്റ് വൺ
പെർഫോമൻസ് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ എന്താ, യൂസ്ഡ് ഇൻ പ്രോജക്ട്സ് വേർ ദ പെർഫോമൻസ് ഓഫ് വൺ പാർട്ടി ഈസ് ക്രിട്ടിക്കൽ. അപ്പോൾ ഇവിടെ പറയുന്നത് ഞാൻ ഇന്ന സംഭവം പെർഫോം ചെയ്ത് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ റോഡ് പണി നമുക്ക് നോക്കാം. റോഡ് പണിയുടെ കോൺട്രാക്ട് എടുത്ത ആൾ, റോഡ് നമ്മളിപ്പോഴത്തെ റോഡിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ റോഡ് പണി എന്ന് പറയുമ്പോൾ 10 കൊല്ലത്തേക്കാണ്. ഇപ്പോൾ റോഡ് പണി 1 കൊല്ലം കൊണ്ട് തീർത്തു. പക്ഷേ ഇത് കോൺട്രാക്ട് എടുത്ത ആൾ പറയുകയാണ് 10 കൊല്ലത്തേക്ക് റോഡിന് കംപ്ലൈൻ്റ് ഒന്നും വരില്ല. പക്ഷേ 10 കൊല്ലത്തേക്ക് റോഡിന് കംപ്ലൈൻറ്റ് വരുമോ വരില്ല എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ആളാണ് കോൺട്രാക്ടർ എന്ന് വിചാരിക്കാം. എക്സ് എന്ന് പറഞ്ഞ ആളാണ് കോൺട്രാക്ടർ, PWയുടെ കോൺട്രാക്റ്റാണല്ലോ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇവർ പറയാണ്, ഇവിടുത്തെ PWD പറയാണ്, ഓക്കെ നീ 10 വർഷത്തേക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സപ്പോസ് ഈ റോഡിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം ഞങ്ങൾ എങ്ങനെ നികത്തും? അപ്പം അങ്ങനെയാണെങ്കിൽ എക്സിനോട് പറയാണ്, നീ ഒരു കാര്യം ചെയ്യൂ, നീ എനിക്ക് ഗ്യാരണ്ടി തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ 10 കൊല്ലത്തേക്കാണ് ഈ ഉറപ്പ് തന്നിട്ടുള്ളത്, ഈ റോഡിനൊന്നും സംഭവിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഈ 10 കൊല്ലത്തേക്ക് റോഡിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും റിപ്പയർ ചെയ്യണ്ടേ? ഈ റിപ്പയർ ചെയ്യുന്ന ചിലവ് നിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗ്യാരണ്ടി തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ ബാങ്ക് കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ് പെർഫോമൻസ് ഗ്യാരണ്ടി. ദെൻ പിന്നെ വരുന്നത് ബിഡ് ബോണ്ട് ഗ്യാരണ്ടി. ബിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, ലേലം വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ, ലേലം വിളിക്കുമ്പോൾ ഒരാളായിരിക്കില്ല, കുറേ ആൾക്കാർ ലേലത്തിൽ ഏർപ്പെടും അല്ലേ. ലേലത്തിൽ ഏർപ്പെടുന്ന ആദ്യം തന്നെ നമ്മൾ ലേലത്തുക കെട്ടിവെക്കണം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ലേലം വിളിക്കുകയാണ്. അപ്പോൾ എന്താ, നമ്മൾ ചെറിയൊരു എമൗണ്ട് അവിടെ ഫിക്സ് ചെയ്യേണ്ട, അതിന് നമ്മൾ റിട്ടൻഷൻ മണി എന്ന് പറയാറുണ്ട്. അപ്പോൾ അതവിടെ ഫിക്സ് ചെയ്തു. പിന്നെ ആരാണോ അല്ലെങ്കിൽ ലേലം വിളിച്ചെടുക്കുന്നത് അവർക്ക് ആ പ്രോപ്പർട്ടി കിട്ടും. പിന്നെ അത് സക്സസ്ഫുൾ അല്ലാത്ത എല്ലാവർക്കും ലേലം വിളിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, ഒരാൾക്കല്ലേ ലേലം വിളിച്ചെടുക്കുള്ളൂ. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ആ കെട്ടിവെച്ച പൈസ തിരിച്ചു കൊടുക്കണം അല്ലേ. അപ്പം അങ്ങനെ കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ് ബിഡ് ബോണ്ട് ഗ്യാരണ്ടി. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ജസ്റ്റ് പേര് കേൾക്കുമ്പോൾ അത് ഇന്നതാണെന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഗ്യാരണ്ടിയിൽ നമ്മൾക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഗ്യാരണ്ടിയിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഒരാൾ മറ്റൊരാളുടെ ബാധ്യത, മൂന്നാമതൊരാളുടെ ബാധ്യത ഏറ്റെടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ഗ്യാരണ്ടി എന്ന് വിളിക്കുന്നത്. ഗ്യാരണ്ടിയിൽ 3 പാർട്ടീസാണ് ഉണ്ടായിരിക്കുക, പ്രിൻസിപ്പൽ, ഡെപ്റ്റർ, ക്രെഡിറ്റർ, ഷുവർട്ടി. അപ്പം പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ ആരുടെ ബാധ്യതയാണോ ഏറ്റെടുക്കുന്നത് അയാളെ നമ്മൾ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയുന്നു. ആരാണോ ബാധ്യത ഏറ്റെടുക്കുന്നത് ആളെ ഷുവർട്ടി എന്ന് പറയുന്നത്. ആർക്കാണോ ഉറപ്പ് കൊടുക്കുന്നത് അവരെ നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയുന്നു. ക്ലിയർ ആയല്ലോ? ദെൻ ബാങ്ക് ഗ്യാരണ്ടിയിൽ 3 പാർട്ടീസ് തന്നെയാണ്, പക്ഷെ പേരുകൾ മാറ്റേണ്ട. അപ്ലിക്കൻ്റ് എന്ന് പറയുമ്പോൾ ആരുടെ റിക്വസ്റ്റ് പ്രകാരമാണോ ബാങ്ക് ഗ്യാരണ്ടി നിൽക്കുന്നത് അവരെ അപ്ലിക്കൻ്റ് എന്ന് പറയുന്നു. ആർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ആർക്കാണോ ഉറപ്പ് കൊടുക്കുന്നത് അവരെ നമ്മൾ ബെനിഫിഷ്യറി എന്ന് പറയുന്നു. ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണോ ഗ്യാരണ്ടി കൊടുക്കുന്നത് അവരെ നമ്മൾ ബാങ്ക് എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എസെൻഷ്യൽസ് പഠിച്ചു. ഫസ്റ്റ് വൺ എഗ്രിമെൻ്റ്, എല്ലാവരും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. ദെൻ ലയബിലിറ്റി, എപ്പോഴാണ് ലയബിലിറ്റി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഡെപ്റ്റർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആർക്ക്, ഷുവർട്ടിക്ക് ലയബിലിറ്റി ഉണ്ടാവുള്ളൂ. ദെൻ ഡെപ്റ്റ് അവിടെ നിലനിൽക്കണം, ഒരു ടൈം കഴിഞ്ഞു പോയാലോ അല്ലാന്നുണ്ടെങ്കിൽ വോയിഡ് ആയാലോ അതിന് ഒരിക്കലും കോൺട്രാക്റ്റ് അവിടെ ഉണ്ടാവില്ല. ദെൻ 2 തരത്തിലുള്ള കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഉണ്ട്, ഒന്നുകിൽ വെർബൽ ആവും അല്ലാന്നുണ്ടെങ്കിൽ റിട്ടൺ ആവും. ദെൻ പിന്നെ ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ എസെൻഷ്യൽസും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ മസ്റ്റായിട്ട് വേണമെന്ന് പറയുന്നുണ്ട്. ദെൻ എല്ലാ കാര്യങ്ങളും ഈ ഷുവർട്ടിയുടെ ലയബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്രെഡിറ്റർ ഷുവർട്ടിയോട് തുറന്ന് പറഞ്ഞിരിക്കണം. പിന്നെ മിസ്റെപ്രസെൻറ്റേഷൻ, തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഷുവർട്ടിയുടെ കയ്യിൽ നിന്നും ഗ്യാരണ്ടി വാങ്ങിക്കാനായിട്ട് പാടില്ല. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് ബാങ്ക് ഗ്യാരണ്ടിയാണ് നോക്കിയത്. ഫസ്റ്റ് വൺ ഡിഫേർഡ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി, സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി, തേർഡ് വൺ അഡ്വാൻസ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി, ദെൻ ഫോറിൻ ബാങ്ക് ഗ്യാരണ്ടി, ദെൻ പെർഫോമൻസ് ഗ്യാരണ്ടി, ദെൻ നെക്സ്റ്റ് വൺ ബിഡ് ബോണ്ട് ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് മിസ് നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ബാച്ചിനെ പറ്റിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട്, ഇതിനെപ്പറ്റി നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
അത് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ നല്ലൊരു ഓഫറാണ് ഇത്. ലാസ്റ്റ് വൺ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സിൻ്റെ അടിയിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അതിൽ കയറി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.